അസ്സലാമു അലൈക്കും. ഹക്കീം പഴയന്നൂരാണ്. എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും ലൈവിലുണ്ടോ? കാണുന്നുണ്ടോ? ശബ്ദം ക്ലിയർ ആണോ? കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ശബ്ദം ക്ലിയർ ആണോ? അബി പൊന്നാനി ഹായ്. അപ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ലൈവ് ഒരുപാട് ഇങ്ങനെ വലിച്ചു നീട്ടരുത് എന്ന് പലരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം 3 മണിക്കും 2 മണിക്കൊക്കെ ഉറങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫോളോവേഴ്സ് അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവ് ഒരുപാട് വലിച്ചു നീട്ടാതെ ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിൽ തന്നെയാണ് ഇവിടുത്തെ വിഷയം. കാരണം വേറൊന്നുമല്ല, ഫിറോസ് കുന്നംപറമ്പലിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി പ്രവർത്തനത്തിലൂടെയും അതുകൂടാതെ നിരന്തരമായി വാക്ക് മാറ്റി പറഞ്ഞുകൊണ്ട് ഇന്ന് പറയുന്ന കാര്യങ്ങളല്ല വൈകുന്നേരം പറയുക, വൈകുന്നേരം പറയുന്ന കാര്യങ്ങളല്ല കുറച്ച് കഴിയുമ്പം പറയുക, പിന്നെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി പറയുന്ന ഈ വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനും തവനൂരിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇന്ന് ഞാൻ ബിസിനസ് ആവശ്യമായിട്ട് കേരളത്തിന് പുറത്താണുള്ളത്. അപ്പം ഞാൻ ഫിറോസ് കുന്നംപറമ്പിലിനോട് ഒരു തുറന്ന വെല്ലുവിളിയാണ് ഇവിടെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്. ഫിറോസ് കുന്നംപറമ്പിൽ, താങ്കൾ ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണോ? ഇപ്പോൾ താങ്കളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ എവിടെയും പാവങ്ങളൊന്നും ഇല്ലേ? ലിവർ ട്രാൻസ്പ്ലാന്റേഷനും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ എവിടെ ഇല്ലേ? നിങ്ങളിപ്പോൾ അധികാരത്തിന്റെ പുറകിൽ റോഡ് ഷോയുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകിലാണല്ലോ. ഇപ്പോൾ എവിടെയും പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഇപ്പോൾ ഒരു രോഗിക്കും ചികിത്സാ സഹായത്തിന്റെ ആവശ്യമില്ല അല്ലേ? ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് അയച്ചു തരട്ടെ. ജനസേവക, നിന്റെയൊക്കെ ഈ കള്ളക്കളികൾ നാളെ അള്ളാന്റെ മുമ്പിൽ നിനക്ക് പറയേണ്ടി വരും. മരിച്ചുപോയാൽ വേറൊരു ലോകമുണ്ടെന്നും മരിച്ചു പോകുന്നത് ശരിക്ക് മരണമല്ലെന്നും വേറൊരു ലോകത്തേക്കുള്ള പുതിയ ജീവിതമാണെന്നും മരിച്ചുപോയി കഴിഞ്ഞാൽ ആ ജീവിതത്തിലേക്കുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നീക്കിവെക്കുന്നതെന്നൊക്കെ രാത്രി 11:30 മുതൽ 2 മണി വരെ പ്രവാസികളെ ആയിട്ടുള്ള പാവങ്ങളായിട്ടുള്ള വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ച ഫിറോസ് കുന്നംപറമ്പിലെ, നീ ഇന്ന് തവനൂർ ഇറക്കിയ കോടികളുണ്ടല്ലോ, അതൊക്കെ പല സഖാക്കന്മാരുടെയും പല പാവപ്പെട്ട വിശ്വാസികളുടെയും പൈസയാണ്. നീ ഇന്ന് തവനൂര് സീറ്റ് വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസയും അതുകൂടാതെ അവിടെ ഇറക്കാൻ പോകുന്ന പൈസയും ഇന്ന് കാണിച്ച റോഡ് ഷോയിലുള്ള പൈസയൊക്കെ നീ പല സഖാക്കളുടെ അടുത്ത് മേടിച്ച പൈസയാണ്. അല്ലാണ്ട് ഒരിക്കലും ഏതെങ്കിലും ഒരു പാർട്ടിയെ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നിന്റെ മുഖം കണ്ടിട്ടോ നിനക്ക് തന്ന പൈസയല്ല. പാവങ്ങൾ, അതായത് പാവങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് നിനക്ക് അയച്ചു തന്നിട്ടുള്ള പൈസയാണ് എൻ്റെ സഹോദര. നീ അത് മനസ്സിലാക്കണം. സോറി, നീ എൻ്റെ സഹോദരനല്ല, നിന്റെ സഹോദരാന്ന് പോലും വിളിക്കാൻ പറ്റൂല. കാരണം നീ മുനാഫിക്കാണ്, മുനാഫിക്ക്, കപടവിശ്വാസി. കപടവിശ്വാസിയുടെ ലക്ഷണമാണ് വായ പൊളിച്ചാൽ കള്ളത്തരം പറയുക. വായ തുറന്നു കഴിഞ്ഞാൽ കള്ളത്തരം പറയുക എന്നുള്ളത് ഒരു കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. അതുകൂടാതെ വാഗ്ദാനം ലംഘിക്കുക, അതൊരു കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. പിണങ്ങിയാൽ പുലഭ്യം പറയുക, ഇതൊരു കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. അപ്പോൾ ഈ ഒരു ലക്ഷണമൊക്കെ നിന്റെ കയ്യിൽ ഒത്തിണങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നീ ഇപ്പോഴും ആൾക്കാരെ എങ്ങനെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ജനങ്ങൾ അങ്ങനെയാണ്, ജനങ്ങൾ പെട്ടെന്ന് പറ്റിക്കപ്പെടും. അപ്പം എന്തൊക്കെയായാലും ശരി, എൻ്റെ പൊന്നു സഹോദര, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഫിറോസ് കുന്നംപറമ്പിലെ. തെളിവ് സഹിതം പല കാര്യവും നിന്നോട് എനിക്ക് ചോദിക്കാനുണ്ട് നിന്റെ ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ച്. തവനൂരിൽ വരുന്നുണ്ട്. തവനൂരിൽ ഏപ്രിൽ 6-ാം തീയതി അവിടെ മതദാൻ, അതായത് വോട്ടെടുപ്പ് നടക്കുന്നത് വരെ തവനൂരിൽ തന്നെ താമസിക്കും ഞാൻ. എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഞാൻ അവിടെ വരും. ചിലപ്പോൾ ഒരുപാട് ബിസിനസ് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, ഹക്കീമുക്ക നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു തരി, നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് നമ്പർ അയച്ചു തരി, എത്ര പൈസ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം ഉണ്ടാവുമല്ലോ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു 100 റുപ്യ, ഒരു 200 റുപ്യ നിങ്ങൾക്ക് അയച്ചു തരാമെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അവരോട് പറയാറുള്ളതില്ല, എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമില്ല, അൽഹംദുലില്ലാ അള്ളാഹ് എനിക്ക് പൈസ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. എൻ്റെ കഴിവും കാര്യങ്ങളും ചെയ്യാനുള്ള എൻ്റെ ചെലവും കാര്യങ്ങളും എൻ്റെ കുട്ടികളുടെ ചെലവും കാര്യങ്ങൾക്കൊക്കെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് ഞാൻ പറയാറ്. അപ്പം എൻ്റെ സഹോദരങ്ങളെ, പൈസയല്ല ഇവിടെ വിഷയം.
ഇവിടെ നിങ്ങൾ പലരും എന്നെ വിളിച്ചിട്ട് പണം വേണോ, പൈസ അയച്ചു തരട്ടെ എന്നൊക്കെ പറഞ്ഞ് അക്കൗണ്ട് നമ്പർ അയച്ചു തരൂ എന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്നെ നിങ്ങളൊരു ഫിറോസ് കുന്നംപറമ്പിലാക്കല്ലേ, ആ കള്ളനെ പോലെ എന്നെ ആക്കല്ലേ നിങ്ങൾ. എനിക്ക് അഥവാ പൈസക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ അയച്ചു തരാം, നിങ്ങൾ പൈസ അയച്ചു തന്നോളി. അങ്ങനെ ഒരു ആവശ്യമില്ല. പടച്ചോന്റെ കൃപ കൊണ്ട്, അള്ളാന്റെ കൃപ കൊണ്ടില്ല. സലീലിന് പൈസയുടെ ആവശ്യമുണ്ട്. കാരണം സലീൽ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നിലേക്കൊക്കെയാണ്. പിന്നെ സലീലിന്റെ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചല്ലോ, സലീൽ മദ്യപിച്ചതിന്റെയും കള്ളുകുടിച്ചതിന്റെയും ഒക്കെ കാര്യം. സലീലിനെ ഞാൻ തിരുത്തിയെടുക്കും. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ സലീലിനെ തിരുത്തിയെടുക്കും. സലീലിനെ ഞാൻ പള്ളിയിലേക്ക് കൊണ്ടുവരും, നിസ്കരിപ്പിക്കും. സലീലിനെ ഞാൻ ഒരു വിശ്വാസിയാക്കി മാറ്റും എന്ന് എനിക്ക് മാറ്റാൻ കഴിയും. എൻ്റെ കൂടെ യാത്ര ചെയ്താൽ ചെയ്യാൻ കഴിയും. ഞാൻ എൻ്റെ നടത്തം കാരണവും എൻ്റെ പെരുമാറ്റം കാരണവും ഒരു രണ്ട് പേരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ട് സുഹൃത്തുക്കളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സലീൽ എന്ന് പറഞ്ഞ കാസിമിന്റെ മകനായ സലീമിനെ എനിക്ക് എന്തുകൊണ്ട് ഒരു വിശ്വാസിയാക്കി തിരിച്ചു കൊണ്ടുവന്നുകൂടാ? ഇൻഷാ അല്ലാഹ് ഞാൻ കൊണ്ടുവരും, നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് കാണിക്കും. ഓനെ ഞാൻ തിരുത്തും ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ ആകെ ഒരാഴ്ചയെ ഞങ്ങൾ തമ്മിൽ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിൽക്കട്ടെ, തവനൂരിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല. നിങ്ങളോടൊരു കാര്യം പറയാലോ, ഞാൻ 18 വയസ്സിൽ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്ത വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷവും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ജോയിൻ ചെയ്തിട്ടില്ല, മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, ഒരു പൗരന്റെ ഏറ്റവും വലിയൊരു അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. 43 വയസ്സായി എനിക്കിന്ന്, ഞാൻ ഇന്ന് വരെ വോട്ട് ചെയ്തിട്ടില്ല. സത്യം പറയാലോ, അതൊരു തെറ്റാണ്, ഒരു തെറ്റായ കാര്യമാണ് സമ്മതിദാനം ചെയ്തില്ല എന്നുള്ളത്, വോട്ട് ചെയ്തില്ല എന്നുള്ളത്. വേറൊന്നുമല്ല, വോട്ട് ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടിയില്ല. ഞാൻ ഇന്ന് എൻ്റെ മണ്ഡലത്തിൽ, അതായത് രാധാകൃഷ്ണൻ സാറാണ് നമ്മുടെ മണ്ഡലത്തിൽ ഇറക്കി, എന്താ പറയുക, ഇന്ന് നിൽക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ് LDF-ൽ. ഞാൻ രാധാകൃഷ്ണൻ സാറിനെ എനിക്കറിയുള്ളൂ, എനിക്ക് ഓപ്പോസിറ്റ് ആരാ നിൽക്കണമെന്ന് അറിയില്ല. രാധാകൃഷ്ണൻ സാറൊക്കെ കറപ്ഷൻ, അഴിമതിയില്ലാത്ത നേതാവാണ്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ ഒറ്റപ്പാലത്ത് നിൽക്കുന്നത് ഡോക്ടർ സെരിൻ സാറാണ്, കോൺഗ്രസിന്റെ. അവിടെ കമ്മ്യൂണിസ്റ്റിൽ ആരാണ് നിൽക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഡോക്ടർ സെരിൻ സാറിന് 100% വിശ്വാസമാണ്. കോൺഗ്രസിന്റെയാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. LDF-ൽ അവിടെ നിൽക്കുന്നത് ആരാണ്? നമ്മുടെ രാധാകൃഷ്ണൻ സാറാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ഈ പേരും കള്ളണ്ടല്ലോ, ഇവനെ തോൽപ്പിക്കണം, ഫിറോസ് കുന്നംപറമ്പിൽ നിങ്ങൾ തോൽപ്പിക്കണം. അപ്പോൾ ഞാൻ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റോ ഒന്നുമല്ല, ഞാൻ BJPയോ ഒന്നുമല്ല. ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഡൽഹിയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഡൽഹിയിൽ മുണ്ടുകൽ ഓഫീസുണ്ട്. കറണ്ട് ബില്ല് ഷീലാ ദീക്ഷിതിന്റെ സമയത്ത് 19,000 20,000 രൂപ കറണ്ട് ബില്ല് വന്നിരുന്ന എൻ്റെ ഫാക്ടറിയിൽ എനിക്ക് 2,000-3,000 രൂപയുടെ കറണ്ട് ബില്ല് വരുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ പാർട്ടി സപ്പോർട്ട് ചെയ്യും. അവിടെ മഹിളകൾക്ക്, അതായത് ലേഡീസിന് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്, അവിടെ വെള്ളം ഫ്രീ ആണ്. അത്രയും വലിയൊരു മെട്രോ സിറ്റിയിൽ വെള്ളം ഫ്രീ കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഭരണത്തിൽ നമ്മൾ അഴിമതി കാണിക്കാത്ത ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫിറോസ് കുന്നംപറമ്പിലിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ധൈര്യമുണ്ടോ മോനെ നിനക്ക് എൻ്റെ മുമ്പിൽ ഒരു ഓപ്പൺ സംവാദത്തിന് ധൈര്യമുണ്ടോ? I am inviting you for an open conference between you and me with all media. If you ready, you come. I'm challenging you. നീ നാളെ നിന്നെ ചിലപ്പോൾ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കില്ല. അത്ര പൊട്ടന്മാരൊന്നുമില്ല തവനൂരിൽ. നീ എവിടുന്നോ കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് തവനൂര് സിന്ദാബാദ് വിളിച്ചിട്ടുള്ളത്. ഞാൻ കണ്ടു. തവനൂരുള്ള ആൾക്കാരൊന്നും ഇല്ല ഇതിൽ. എവിടുന്നോ കുറെ ആൾക്കാരെ കൊണ്ടിട്ടാണ് നീ അവിടെ വന്നിട്ട് സിന്ദാബാദ് വിളിച്ചിരിക്കുന്നത്. അല്ലാണ്ട് തവനൂരുള്ള ക്രൗഡൊന്നും അല്ല. ഞാൻ കണ്ടു. അത് തവനൂരുള്ള ക്രൗഡല്ല, അത് തവനൂരുള്ള ആൾക്കാരിനെ വിളിച്ചു. അവർ പറഞ്ഞു തവനൂരുള്ളവരല്ല, അതിൽ തവനൂരുള്ളവരല്ല തന്നെ പറയണത്, തീർത്തും പറയാണ്. അപ്പം ഒരു സഹോദരൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ബ്രോ നിങ്ങളാണ് ശരി എന്നുള്ളത്. അപ്പൊ എന്തായാലും ശരി, ഞാൻ ഇവിടെ എൻ്റെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. തവനൂര് പോകുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം. തവനൂരിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തവനൂരിൽ ഒരു കള്ളൻ മത്സരിക്കുന്നുണ്ട്, ആ കള്ളനെ നമുക്ക് പരാജയപ്പെടുത്തണം. ഓപ്പൺ ചലഞ്ചാണിത്, ഒരു പട്ടാളക്കാരൻ്റെ ഓപ്പൺ ചലഞ്ചാണ്. തവനൂരിൽ അഥവാ ആരും എൻ്റെ കൂടെ വന്നില്ലെങ്കിലും ഞാൻ ഒറ്റക്ക് നടക്കും. തെരുവിലൂടെ ഞാൻ ഒറ്റക്ക് നടക്കും, ഞാൻ ഓടും. ഞാൻ ഇന്നും 10-15 കിലോമീറ്റർ ജോഗ് ചെയ്യുന്ന ആളാണ്.
ഞാൻ 10-40 കിലോമീറ്റർ നടക്കാനുള്ള ആരോഗ്യമുള്ള ആളാണ്. 90 മിനിറ്റ് ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. എൻ്റെ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ടൂർണമെന്റ് ഉണ്ടായിരുന്നു. 10-18 വയസ്സുള്ള കുട്ടികളുടെ കൂടെ ഞാൻ ഫുട്ബോൾ കളിച്ച ആളാണ്. ഞാൻ തവനൂരിലെ ഓരോ വീതികളിലും ഞാൻ നടന്ന് പറയും, തെളിവ് സഹിതം പറഞ്ഞു കൊടുക്കും ഇവൻ ചെയ്തിട്ടുള്ള ക്രൈമുകൾ, ഇവൻ ചെയ്തിട്ടുള്ള ചാരിറ്റി തട്ടിപ്പുകൾ. ഒരു ചാരിറ്റിയിൽ, അതായത് മദീന പള്ളിയിൽ 100 വർഷം എഅ്തികാഫ് ഇരുന്നാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുള്ള സൽക്കർമ്മമാണ് നീ മറ്റൊരുത്തന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ മറ്റൊരുത്തിന് വേണ്ടി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചാരിറ്റി പ്രവർത്തനം എന്ന പുണ്യ കർമ്മത്തിന് നിന്നും പൈസ അടിച്ചു മാറ്റുന്ന ഈ കള്ളനാണോ നമ്മുടെ നിയമ നിർമ്മാണ സഭകളിൽ കയറിയിരുന്ന് നാളെ നിയമം നിർമ്മിക്കേണ്ടത്? നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കയറേണ്ട കള്ളനാണോ അത്? ആണോ? അതായത് മദീനപ്പള്ളിയിൽ 100 കൊല്ലം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുള്ള പ്രവർത്തനമാണ് ചാരിറ്റി പ്രവർത്തനം എന്നുണ്ടെങ്കിൽ എത്ര സൂക്ഷ്മത പുലർത്തണം. ഞാൻ കൊണ്ടുകൊടുത്തൊന്നും എനിക്ക് ഓർമ്മയില്ല. എവിടെ ഓർമ്മ ഉണ്ടാവാനാ? ഈ ബംഗ്ലാവും കാറും എന്റെ കൂടെയുള്ള ഗുണ്ടകൾക്ക് കള്ളും കഞ്ചാവും മേടിച്ചു കൊടുക്കണമെങ്കിൽ എന്റെ കൂടെ ഉള്ള കുറെ പേരുണ്ട് കള്ളുടിയന്മാർ, എനിക്കറിയാം. ഇവർക്കൊക്കെ കള്ളും ഇതൊക്കെ മേടിച്ചു കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിറോസെ എനക്കെങ്ങനെ ഓർമ്മ ഉണ്ടാവും പൈസ കൊണ്ടു കൊടുത്തൊക്കെ? അപ്പൊ എന്തൊക്കെയായാലും ശരി, എന്റെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്നറിയോ? താനൂരും തവനൂരും അതേപോലെ തിരൂരും പരിസര പ്രദേശങ്ങളിലൊക്കെ ഞാൻ അവിടെ ഏകദേശം നാളെയോ മറ്റന്നാളായിട്ട് എത്തും. അപ്പം അവിടെ കുറേ പാവപ്പെട്ട ജനങ്ങളുണ്ടാവും. അതായത് വീട് പൂർത്തിയാവാത്തവര്, വീടില്ലാത്തവര്, അസുഖം ബാധിച്ച് കിടക്കുന്നവര്, പല വിധത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവര്. അപ്പൊ അവരുടെ അടുത്തേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചല്ലോ. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയണം. ഇവിടെ നമുക്ക് രാഷ്ട്രീയ പകയോ രാഷ്ട്രീയമായിട്ട് ഒരാളെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ അല്ല. നമ്മൾക്ക് പാവങ്ങളായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് അതാണ് നമ്മുടെ ആഗ്രഹം. അതായത് പാവങ്ങളായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. നമുക്ക് തൊഴിൽ സൃഷ്ടിക്കണം, തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ പാവങ്ങളും പണക്കാരനും ഉണ്ടാകുന്നത്, എന്താണ് പ്രശ്നം എന്ന് യഥാർത്ഥത്തിൽ നമുക്കറിയണം. അല്ലാതെ ആരെങ്കിലും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ വേണ്ടിയിട്ടില്ല. ആര് ചാരിറ്റി ചെയ്താലും എന്ത് ചെയ്താലും പറയാറില്ലേ, കോരലിന് കഞ്ഞി കുമ്പിളിൽ തന്നെ. ഇവനൊക്കെ ചാരിറ്റി ചെയ്തിട്ടും പ്രശ്നം എന്താണ്? തന്നെയാണ് കാരണം. ഇവന് ചാരിറ്റി എന്ന് പറയുന്നത് ഇവന്റെ മനസ്സിൽ ചാരിറ്റി അല്ലെങ്കിൽ ഒരുത്തനെ സഹായിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ടല്ല ഈ സഹായിക്കുന്നത്. എന്താണ്? എന്റെ കുടുംബത്തിൽ ഇങ്ങോട്ട് പോരട്ടെ, പോക്കറ്റിക്ക് പോരട്ടെ, എന്റെ പോക്കറ്റ് പോരട്ടെ. ഞാൻ 50 ലക്ഷം വന്നു, 10 ലക്ഷം എന്താ കൊടുത്തു, ബാക്കി 40 ലക്ഷം രൂപ വീതിച്ചു കൊടുത്തു. അടിയിൽ കൂടി പോവാണ് എന്ന് പറഞ്ഞ അടിയിൽ കൂടി പോയിട്ട് ഇന്നലെ എന്റെ അടുത്ത് 450 റുപ്യ ഉണ്ടായിരുന്നുള്ളൂ. ഫിറോസ്ക്ക് 5 ലക്ഷം റുപ്യ കൊണ്ടുവന്നില്ലേ? ഏതാ 3 ലക്ഷം കൊണ്ട. അവൻ മനസ്സോട് കൂടി കൊണ്ടുവരാണ്. ഞാൻ വീണ്ടും രോഗികളോട് പറയുന്നു, പല രോഗികളും എന്നോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രോഗികളെ, പാവപ്പെട്ട രോഗികളെ, നിങ്ങളിൽ പലരും ഇന്നും സൈലന്റ് ആണ്. നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് പൈസ തന്നിട്ട് മേടിച്ചു കൊണ്ടുപോയിട്ടുള്ള രോഗികൾ ഇനിയുണ്ട്. അതായത് ഇവർ പൈസ കൊണ്ടുവന്ന് തന്നതിന് ശേഷം 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ മേടിച്ചു കൊണ്ടുപോയിട്ടുള്ള രോഗികളില്ലേ? ദയവ് ചെയ്ത് ആ രോഗികൾ മുന്നോട്ട് വരണം. ഹലോ, ആ രോഗികൾ മുന്നോട്ട് വരണം. മുന്നോട്ട് വന്നിട്ട് ഈ കള്ളന്റെ കാര്യങ്ങൾ തുറന്നു പറയണം. നമ്മുടെ നിയമനിർമ്മാണ സഭകളിലൊക്കെ, നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൊക്കെ ഇങ്ങനെയുള്ള കള്ളന്മാർ കയറുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങൾ തുറന്നു പറയണം കേട്ടോ. അപ്പൊ എന്തായാലും ശരി, നിഷ്പക്ഷമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് തവനൂരിൽ വന്ന് കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത്. തവനൂരിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളവിടെ വരുമ്പോൾ നിങ്ങൾ നമ്മളെ കാണണം. നമ്മുടെ പ്രശ്നം നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ആരോപണമാണോ, എന്തെങ്കിലുമൊക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കണം. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ചോദിക്കണം. എന്താണ് ഈ ചാരിറ്റി പ്രവർത്തനം? ഇതിൽ വീഡിയോ ചെയ്യുന്നതിന്റെ സീക്രട്ടുകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവർ സെലക്റ്റീവായിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ചാരിറ്റി ചെയ്യുന്നത്? ചാരിറ്റി ചെയ്തതിനു ശേഷം ഈ ഫണ്ടിനെ ഇവർ എന്ത് ചെയ്യുന്നു? ഈ ഫണ്ടിനെ അടിച്ചു മാറ്റി ഇവരെങ്ങനെ ഇവരുടെ വശത്തേക്കാക്കുന്നു? ഫിറോസെ, എൻ്റെ ബിനാമി ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു. കുഴിമന്തി ഒന്നും വലിയ കാര്യമായിട്ട് നടക്കണില്ല, കച്ചവടം എവിടെയില്ല. അപ്പൊ എനക്ക് തോന്നി ഇനിയിപ്പോൾ രാഷ്ട്രീയം തന്നെയാണ് വലുത്. അങ്ങോട്ട് ഇറങ്ങി തലേദിവസം നീ 2 ദിവസം മുമ്പ് പറഞ്ഞു, ഞാനങ്ങോട്ട് സന്തോഷത്തോടുകൂടി മാറിയിരിക്കുകയാണ്, ഇനി ഞാൻ രാഷ്ട്രീയത്തിക്കൊന്നുമില്ലാന്ന്. എനക്ക് മനസ്സിലായി വേറെ ബിസിനസ് ഒന്നും നടക്കൂല ഇനി. കുഴിമന്തി ഓടൂല, അത്തർ ഓടൂല, അതോടൂല, എല്ലായിടത്തും മാന്യാണ്, കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ എന്തായാലും
എന്തായാലും എനക്ക് തോന്നി ഇനിയിപ്പം നല്ലത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം കക്കാലോ, എത്ര വേണേലും എനക്ക് കക്കാലോ അല്ലേ? ശരി എന്നാ, ഓക്കെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. തവനൂർ വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തവനൂർ ഞാൻ 19-ാം തീയതി എത്തും. ഡേറ്റ് പറഞ്ഞ് കറക്റ്റ് ടൈമിൽ തന്നെ തവനൂരെത്തും. തവനൂരെത്തുന്ന ടൈമിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളവിടെ ഉണ്ടാവും. വേറൊരു നാട്ടിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നത്. നമ്മളവിടെ തന്നെ താമസിക്കും, തവനൂർ തന്നെ താമസിക്കും, തവനൂർ തന്നെ ഉണ്ടാവും നമ്മൾ. അപ്പോൾ എന്തൊക്കെയായാലും ശരി, ഇൻഷാ അല്ലാ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ ബിസിനസ് തിരക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ്, കുറേ ബിസിനസ് തിരക്കുകളുള്ളൊരു മനുഷ്യനാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് തവനൂരിലേക്ക് വരുന്നത്. തവനൂരിലേക്ക് വരുന്നത് ആരെയും തോൽപ്പിക്കാനല്ല, കള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനാണ്. ഫിറോസിനെ തോൽപ്പിക്കാൻ തന്നെയാണെന്ന് തന്നെ വിചാരിച്ചോളി നിങ്ങൾ. അതായത് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന വ്യക്തി കാണിച്ച കള്ളത്തരങ്ങൾ. എന്താണ് ഈ ചാരിറ്റി? ഓൺലൈൻ ചാരിറ്റി എന്താണ്? ഓൺലൈൻ ചാരിറ്റി ഞാനും ചെയ്തതാണ്. ഞാനും 1,30,00,000, 40,00,000, 35,00,000 റുപ്യൊക്കെ വരുത്തി കൊടുത്തതാണ്. നമുക്ക് പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാ തവനൂരിൽ 1-2 വീഡിയോകൾ ചെയ്യണം. പാവങ്ങളുടെ പ്രശ്നങ്ങളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. ആര് ജയിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ ജയിച്ചാലും ശരി, പാവങ്ങളെന്നും പാവങ്ങളാണ്. മാറി മാറി വരുന്ന 1947 മുതൽ ഇങ്ങോട്ട് പാവങ്ങളെന്നും പാവങ്ങൾ തന്നെയാണ്. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാടെ മാറിയും മറിഞ്ഞും കൊണ്ട് ഇങ്ങനെ അറിയാലോ. പക്ഷേ ഇവൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പാവങ്ങളുടെ പ്രശ്നം മാറൂല. ഇവൻ നാളെ ഹെലികോപ്റ്ററിൽ കയറും. ഇന്നിപ്പോ ഇന്നോവയിലും ബംഗ്ലാവിലും കയറുള്ളൂ. നാളെ പറയും എനിക്ക് മറ്റേ വിജയ് മല്ലയ്യ എനിക്കൊരു ഹെലികോപ്റ്റർ, മറ്റേ കിങ് ഫിഷർന്ന് അവർ പൊളിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്റർ മറ്റേ എന്താ പറയുക എയർപോർട്ടിന്റെ സൈഡിൽ കിടന്നു. അപ്പം മല്ലയെ പറഞ്ഞു ഈ എടുത്തോ ഫിറോസെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ദാനം തന്നാന്ന് പറഞ്ഞിട്ട് നാളെ ഒരു കഥ പറഞ്ഞിട്ട് നാളെ ഒരു ഹെലികോപ്റ്റർ മേടിക്കും. ഇപ്പൊ നാളെ ഒരു ഹെലികോപ്റ്റർ മേടിക്കും ഒരു MLA ആയി കഴിഞ്ഞ് ഞാൻ പറയും എനിക്ക് വിജയ് മല്ലയെ തന്നാ പറയും. വിജയ് മല്ലയെ പറഞ്ഞു ഇങ്ങനെ കിങ് ഫിഷറൊക്കെ പൊളിഞ്ഞില്ലേ, അപ്പോൾ അവിടെ ബാംഗ്ലൂർ ഇങ്ങനെ സൈഡിൽ കൂടി പോയപ്പോൾ എയർപോർട്ടിന്റെ സൈഡിലൊരു കിങ് ഫിഷർ കിടക്കണ്ടായിരുന്നു, ഒരു കിങ് ഫിഷറിന്റെ ഹെലികോപ്റ്റർ. ഈ എടുത്തോ പറഞ്ഞു. ഞാൻ അത് എടുത്തിട്ട് പോന്നു. എന്നിട്ട് നാളെ പറയാം. എന്നിട്ട് വിജയ് മല്യനെ വിളിച്ചിട്ട് പറയാം അസ്സലാമു അലൈക്കും, ഇത് വിജയ് മല്യ അറിയില്ലേ, അത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന വിജയ് മല്യയാണ്. കുറച്ച് എന്താ പറയാ മറ്റേ കള്ള് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ, പക്ഷെ ആള് കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാണ് ആള്. നമുക്കിതാ എന്റെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വിജയ് മല്യാണ് ഈ നിൽക്കുന്നത്. ആൾ എനിക്കൊരു ഹെലികോപ്റ്റർ സമ്മാനം തന്നു എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങളെ പൊട്ടനാക്കും. അപ്പൊ ഇത്രയും നല്ല വിഡ്ഢിയാണ് ഇവൻ. ഇവൻ വിഡ്ഢിയല്ല കേട്ടോ, ഇവൻ പഠിച്ച കള്ളനാ, ഇവൻ ബുദ്ധിമാനാണ്. ഈ ജനങ്ങളെ ഇവൻ വിഡ്ഢിയാക്കും. അപ്പൊ എന്തൊക്കെയാലും ശരി, ഞാൻ തവനൂർ വരുന്നുണ്ട്. തവനൂരിലുള്ള നല്ലവരായ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അമ്മ പെങ്ങന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാനവിടെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.